അഴിമതി ഇതുപോലെ അഴിമതി ഒരു ആചാരമായി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാറിയിട്ടുണ്ടോ? അഴിമതി ചളിക്കുള്ളിലാണ് ഈ ഗവൺമെന്റ് നിബന്ധിച്ചതെന്ന് ഞാൻ പറയുമ്പോൾ അതിശയോക്തി കൊണ്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത് എന്ന് ഞാനിവിടെ പറയട്ടെ. നമ്മൾ ഉണരുമ്പോൾ ഒരു പുതിയ അഴിമതിയുടെ കഥ കേൾക്കുന്നു. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ടി വി തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊരു അഴിമതിയുമായിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ രംഗത്ത് വന്നത്. അഴിമതി 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 അഴിമതിയുടെ കഥകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ എല്ലാ അഴിമതിയുടെയും കേന്ദ്രബിന്ദു ആരാണ്? നമ്മുടെ കേരളം ഭരിക്കുന്ന കാരണഭൂതനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണ് എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം, എല്ലാ അഴിമതിയുടെയും കേന്ദ്രബിന്ദു. അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളും തന്നെയാണ് ഈ അഴിമതികളൊക്കെ തന്നെ നടത്തിയെന്ന് നമ്മളൊക്കെ ചെന്ന് ചിന്തിക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 8 വർഷക്കാലത്ത് ഇവിടെ നടന്ന അഴിമതികളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ അങ്ങേയറ്റം നമ്പരവും വേദനയും ഉണ്ടാക്കിയത് കോവിഡ് മഹാമാരി കാലത്ത് നടന്ന വൻപിച്ച അഴിമതിയും കൊള്ളയുമാണ് എന്ന് ഞാൻ കോഴിക്കോട്ടെ എന്റെ സഹപ്രവർത്തകന്മാരെയും സുഹൃത്തുക്കളെയും സാക്ഷ്യത്തിൽ കൃത്യമായിട്ട് പറയാനാകുന്നു. മലയാള മനോരമയിലെ ജയൻ മേനോൻ അതേ പേര് വെച്ചുകൊണ്ട് ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന ഒരു ലേഖന പരമ്പര തന്നെ കോവിഡ് മഹാമാരി കാലത്ത് അഴിമതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം കണക്കിൽ വെച്ചുകൊണ്ട് പറയുന്നു 1300 കോടി രൂപയുടെ കൊള്ളയാണ്, ആ 1300 കോടി രൂപയുടെ അഴിമതിയാണ് ആ കാലത്ത് നടന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അഴിമതി ചെയ്തത്? നിങ്ങൾക്കും എനിക്കും കോവിഡ് മഹാമാരി കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമുക്കെല്ലാം കിറ്റ്സും അതുപോലെ ഗ്ലൗസും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇടപാട് നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ലേഖന പരമ്പര അവസാനിച്ച ദിവസം തന്നെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അവരെ കാണാനും അവരുടെ വിശദീകരണം ചോദിക്കാനും വേണ്ടി പത്രക്കാർ കാത്തിരിക്കേണ്ടായി. എന്റെ അറിവ് ശരിയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർക്ക് പയ്യന്നൂരിലോ മറ്റോ ആയിരുന്നു ഒരു യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട്. യോഗം കഴിഞ്ഞ് പത്രക്കാർ കെ ശൈലജയെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു, അങ്ങയുടെ കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് മലയാള മനോരമ കൃത്യമായിട്ട് കണക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണെന്നോ തെറ്റാണോ എന്ന് പറയാതെ അവർ സുസ്മേരവതന്നെയായിട്ടാണ് പത്രലേഖന്മാരെ നേരിട്ടത്. നമ്മളൊക്കെ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാണ്. അവരെന്താണ് പറഞ്ഞത്? ഇത് നടന്നു എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ ഇടപാടിൽ എനിക്ക് പങ്കില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടുകൂടി എല്ലാ ഇടപാടുകളും ആ കാലത്ത് നടന്നതെന്ന് പറയുമ്പോൾ ആരാണ് കള്ളൻ? മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയാണോ? ആരാണ് കോവിഡ് മഹാമാരി കാലത്ത് നിങ്ങളുടെയും എന്റെയും പേരിൽ 1300 കോടി രൂപയുടെ കൊള്ളം നടത്തിയതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട്, സാധാരണക്കാരുണ്ട്. അത് ഉത്തരം പറയാൻ അവർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.